Perform assembling of pressure plate, adjusting the fingers, checking runout of flywheel and aligning clutch assembly with flywheel. ഹലോ, എൻ്റെ പേര് ഷീന. ഈ മോഡ്യൂളിൽ നമ്മൾ ഫിംഗറുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രഷർ പ്ലേറ്റ് അസംബിൾ ചെയ്യാൻ പോകുന്നു. നമ്മൾ ഫ്ലൈ വീലിൻ്റെ റൺഔട്ട് പരിശോധിക്കുകയും ഫ്ലൈ വീലുമായി ക്ലച്ച് അസംബിൾ അലൈൻ ചെയ്യുകയും ചെയ്യുന്നു. ഈ എക്സസൈസിൻ്റെ അവസാനം നിങ്ങൾക്ക് കഴിയും പ്രഷർ പ്ലേറ്റ് അസംബിൾ ചെയ്യാൻ, പ്രഷർ പ്ലേറ്റ് ഫിംഗറുകളുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ, ഫ്ലൈ വീലിൻ്റെ റൺഔട്ട് ചെക്ക് ചെയ്യാൻ, ഫ്ലൈ വീൽ ഉപയോഗിച്ച് ക്ലച്ച് അസംബ്ലി അലൈൻ ചെയ്യാൻ, പ്രഷർ പ്ലേറ്റ് അസംബ്ലി ചെയ്യാൻ. ആദ്യം നമുക്ക് ഈ വർക്കിന് ആവശ്യമായ എക്യുപ്മെന്റുകൾ, മെറ്റീരിയലുകൾ, ടൂളുകൾ എന്നിവ നോക്കാം. ആവശ്യമായ ടൂളുകൾ, ഇൻസ്ട്രുമെന്റുകൾ: ട്രെയിനിയുടെ ടൂൾ കിറ്റ്, ടോർക്ക് റെഞ്ച് ഒരെണ്ണം, ഡെപ്ത് ഗേജ് ഒരെണ്ണം, ബോക്സ് സ്പാനർ ഒരെണ്ണം, ക്ലച്ച് അലൈനർ ഒരെണ്ണം, ഡയൽ ഇൻഡിക്കേറ്റർ ഒരെണ്ണം, സർഫേസ് പ്ലേറ്റ് ഒരെണ്ണം. ആവശ്യമായ എക്യുപ്മെന്റുകൾ, മെഷീനുകൾ: ഹെവി വെഹിക്കിൾ ഒരെണ്ണം. ആവശ്യമുള്ള മെറ്റീരിയലുകൾ: കോട്ടൺ വേസ്റ്റ്, സോപ്പ് ഓയിൽ, ക്ലച്ച് ഫിംഗർ, റോളർ സ്ട്രട്ട്, ലിവർ സ്പ്രിംഗ് റിലീസ്, ബോൾട്ട് പിൻ, പ്രഷർ സ്പ്രിംഗ്. പ്രഷർ പ്ലേറ്റ് എന്താണെന്ന് ആദ്യം പഠിക്കാം. ക്ലച്ച് അസംബ്ലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രഷർ പ്ലേറ്റ്. പ്രഷർ പ്ലേറ്റ് ഒരു ക്ലാമ്പിംഗ് ഫോഴ്സ്, മർദ്ദം പ്രയോഗിക്കുന്നു. അത് ഫ്ലൈ വീലിനും ഫ്രിക്ഷൻ ഡിസ്കിനും ഇടയിൽ ഓടിക്കുന്ന ഫ്രിക്ഷൻ ഡിസ്കിനെ ഹോൾഡ് ചെയ്യുന്നു. പ്രഷർ പ്ലേറ്റ് ബോൾട്ടുകൾ ഉപയോഗിച്ച് ഫ്ലൈ വീലിലേക്ക് ഉറപ്പിക്കുകയും അവ ഒരുമിച്ച് കറങ്ങുകയും ചെയ്യുന്നു. പ്രഷർ പ്ലേറ്റിൽ ഒരു ഡയഫ്രം അല്ലെങ്കിൽ സ്പ്രിംഗുകൾ അടങ്ങിയിരിക്കുന്നു. അത് മെയിൻ കാസ്റ്റിംഗ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് സർഫേസിൽ പ്രഷർ ചെലുത്തുന്നു. ഡ്രൈവ് റിലീസ് ചെയ്യുന്നതിനോ ഡിസ്കണക്ട് ചെയ്യുന്നതിനോ വേണ്ടി ഡയഫ്രം അല്ലെങ്കിൽ ക്ലച്ച് ലിവറുകൾ പ്രവർത്തനക്ഷമമാക്കുന്നു. ഇത് ഡ്രൈവ് ചെയ്ത ഡിസ്കിൽ നിന്ന് ഉയർത്താൻ പ്രധാന കാസ്റ്റിംഗിനെ അനുവദിക്കുന്നു. ഇനി പ്രഷർ പ്ലേറ്റ് എങ്ങനെ അസംബിൾ ചെയ്യാമെന്ന് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാനായി ആദ്യം പ്രഷർ പ്ലേറ്റ് ഒരു സർഫേസിൽ സ്ഥാപിക്കുക. പിന്നെ പ്രഷർ പ്ലേറ്റിൽ പ്രഷർ സ്പ്രിംഗ് സ്ഥാപിക്കുക. ഇപ്പോൾ സ്ട്രറ്റ്, ബോൾട്ട്, പിൻ എന്നിവ ഉപയോഗിച്ച് റിലീസ് ലിവർ അറ്റാച്ച് ചെയ്യുക. അവസാനമായി റിലീസ് ലിവർ സ്പ്രിംഗ് അതിന്റെ ഡെസിഗ്നേറ്റഡ് സ്പോട്ടിൽ സുരക്ഷിതമാക്കുക. ക്ലച്ച് കവറിലെയും പ്രഷർ പ്ലേറ്റിലെയും മാർക്കുകൾ യോജിപ്പിച്ച് എല്ലാം അലൈൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. അവസാനം ക്ലച്ച് ജിഗിൽ പ്രഷർ പ്ലേറ്റ് ഇടുക. ഒരു ക്ലച്ച് ജിഗ് ഉപയോഗിച്ച് പ്രഷർ സ്പ്രിംഗ് കംപ്രസ് ചെയ്യുക. ബോൾട്ട് നട്ടുകൾ മൗണ്ട് ചെയ്ത് തുല്യമായി ടൈറ്റ് ചെയ്യുക. അതിനുശേഷം സ്പ്രിംഗുകളിൽ നിന്ന് ലോഡ് റിലീസ് ചെയ്യുക. ക്ലച്ച് ജിഗിൽ നിന്ന് പ്രഷർ പ്ലേറ്റ് അസംബ്ലി സൗമ്യമായി എടുക്കുക. ഫിംഗറിന്റെ ഹൈറ്റ് വിഷ്വലി ഇൻസ്പെക്ട് ചെയ്യുക. ഡെപ്ത് ഗേജിന്റെയും സ്പാനറിന്റെയും സഹായത്തോടെ ഫിംഗറിന്റെ ഹൈറ്റ് പരിശോധിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഫിംഗറിന്റെ ഹൈറ്റ് മാനുഫാക്ചർ വ്യക്തമാക്കിയതാണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ഫ്ലൈ വീൽ റൺഔട്ട് എന്താണെന്ന് അടുത്തതായി നമുക്ക് പഠിക്കാം. എഞ്ചിനിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് മുന്നിൽ നിന്ന് പിന്നിലേക്ക് നീങ്ങുന്ന മൊത്തം ദൂരമാണ് ഫ്ലൈ വീൽ റൺഔട്ടായി അളക്കുന്നത്. എഞ്ചിൻ അസംബ്ലിയിൽ ക്രാങ്ക് പിടിക്കുന്ന ഉചിതമായ ബെയറിംഗുകൾ സ്വീകരിക്കാൻ ക്രാങ്ക് ഷാഫ്റ്റ് ജേണലുകൾ മെഷീൻ ചെയ്യുന്നു. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ക്ലിയറൻസ് ക്രാങ്ക് ഷാഫ്റ്റ് എളുപ്പത്തിൽ തിരിയാൻ അനുവദിക്കും. അമിതമായ ക്ലിയറൻസ് ക്രാങ്ക് ഷാഫ്റ്റിനെ വളരെയധികം നീക്കാൻ അനുവദിക്കും. ടാസ്ക് 2: ഫ്ലൈ വീൽ റൺ ഔട്ട് പരിശോധിക്കൽ. ക്രാങ്ക് ഷാഫ്റ്റ് ഫ്ലേഞ്ചിൽ ഇട്ടുകൊണ്ട് ഫ്ലൈ വീൽ പരിശോധിക്കാൻ ആരംഭിക്കുക. മാനുഫാക്ചർ നിർദ്ദേശിച്ചിരിക്കുന്ന ലിമിറ്റിലേക്ക് മൗണ്ടിംഗ് ബോൾട്ടുകൾ ടൈറ്റ് ചെയ്തുകൊണ്ട് അത് കൈവശം വച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഇത് ഫ്ലൈ വീൽ ക്രാങ്ക് ഷാഫ്റ്റിൽ സുരക്ഷിതമായി ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുന്നു. ഇത് അടുത്ത ഘട്ടങ്ങൾക്ക് സ്ട്രോങ് ബേസ് നൽകുന്നു. ഫ്ലൈ വീൽ സുരക്ഷിതമാക്കിയ ശേഷം ഫ്ലൈ വീലിന്റെ ഫ്രിക്ഷൻ സർഫേസ് വൃത്തിയാക്കുക. കാണിച്ചിരിക്കുന്നതുപോലെ ഫ്ലൈ വീലിൽ ഡയൽ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യുക. മാർക്കുമായി മാച്ച് ചെയ്യുന്നതിന് ഡയൽ ഇൻഡിക്കേറ്റർ സ്ഥാപിക്കുക. അത് കൃത്യമായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുക.
ഇത് ചെയ്യുമ്പോൾ ഫ്ലൈ വീൽ നന്നായി പരിശോധിക്കുക. അതേസമയം ഫ്രിക്ഷൻ സർഫേസിൽ ശ്രദ്ധാപൂർവം നോക്കുക. ഫ്ലൈ വീലിൽ എന്തെങ്കിലും ചലനമുണ്ടോ എന്ന് നോക്കുക. ഫ്ലൈ വീൽ നല്ല നിലയിലാണെന്ന് കാണിക്കുന്ന ഒബ്സർവ് ചെയ്ത മൂവ്മെന്റ് അനുവദനീയമായ ലിമിറ്റിനുള്ളിലാണെന്ന് ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ്. ഈ സ്റ്റെപ്പുകൾ പാലിക്കുന്നത് ഫ്ലൈ വീലിന്റെ അവസ്ഥ നന്നായി പരിശോധിക്കാനും അത് മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ എന്തെങ്കിലും മെയിൻ്റനൻസോ അഡ്ജസ്റ്റ്മെന്റുകളോ ആവശ്യമാണോ എന്ന് തീരുമാനിക്കാനും സഹായിക്കുന്നു. ഗിയർ മാറ്റുമ്പോൾ വീലിൽ നിന്ന് എഞ്ചിന്റെ മൂവ്മെന്റ് വേർതിരിച്ചെടുക്കുക എന്നതാണ് ക്ലച്ച് സിസ്റ്റത്തിന്റെ പ്രധാന ലക്ഷ്യം. ശരിയായ ക്ലച്ച് അസംബ്ലി ഉപയോഗിച്ച് ഗിയർ ബോക്സിൽ നിന്ന് എഞ്ചിൻ പവറിന്റെ ശരിയായ ട്രാൻസ്മിഷൻ നമുക്ക് നേടാനാകും. അത് വാഹനത്തിന്റെ വീലുകളിലേക്ക് മാറ്റുന്നു. പ്രൊസീജർ. ടാസ്ക് 3. ഫ്ലൈ വീൽ ഉപയോഗിച്ച് ക്ലച്ച് അസംബ്ലി വിന്യസിക്കുന്നു. ഫ്ലൈ വീലിൽ ക്ലച്ച് പ്ലേറ്റ് സ്ഥാപിച്ച് ക്ലച്ച് പ്ലേറ്റിന്റെ ഹബ് ഫ്ലൈ വീലിന് എതിർവശത്തായി നിലനിർത്തിക്കൊണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർക്കാൻ ആരംഭിക്കുക. അതിനുശേഷം ഫ്ലൈ വീലിൽ പ്രഷർ പ്ലേറ്റ് അസംബ്ലിയും പ്രഷർ പ്ലേറ്റ് ഉപയോഗിച്ച് മൗണ്ടിംഗ് ഹോളുകളും ഇടുക. ഈ ശ്രദ്ധാപൂർവവും സംഘടിതവുമായ വിന്യാസം ഫ്ലൈ വീലിൽ ക്ലച്ച് ഭാഗങ്ങൾ ശരിയായി ഇൻസ്റ്റാൾ ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുന്നു. ഫ്ലൈ വീലിലേക്ക് പ്രഷർ പ്ലേറ്റ് സ്ക്രൂ ചെയ്ത് മുന്നോട്ട് നീങ്ങുക. നിങ്ങളുടെ കൈകൾ ഉപയോഗിച്ച് അവയെ കുറച്ച് മുറുക്കി അസംബ്ലി ആരംഭിക്കുക. ഈ പ്രാരംഭഘട്ടത്തിന് ശേഷം ക്ലച്ച് പ്ലേറ്റ് സിസ്റ്റത്തിൽ കൃത്യമായി അലൈൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ ക്ലച്ച് അലൈനർ ടൂൾ ഉപയോഗിക്കുക. ക്ലച്ച് പ്ലേറ്റ് ശരിയായ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ മാനുഫാക്ചറർ വ്യക്തമാക്കിയിട്ടുള്ള റെക്കമെൻഡ് ഫോഴ്സ് ഉപയോഗിച്ച് പ്രഷർ പ്ലേറ്റിന്റെ സ്ക്രൂകൾ ടൈറ്റ് ചെയ്യുക. ഇത് ചെയ്യുന്നത് മൂലം ഭാഗങ്ങൾ ദൃഢമായി ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുന്നു. ക്ലച്ച് അലൈനർ നീക്കം ചെയ്തുകൊണ്ട് അസംബ്ലി പ്രക്രിയ അവസാനിപ്പിക്കുക. ഈ ചിട്ടയായതും ഘട്ടം ഘട്ടമായുള്ളതുമായ സമീപനം സുരക്ഷിതമായ ഇൻസ്റ്റാളേഷനും ഫ്ലൈ വീലിലേക്ക് ക്ലച്ച് കോമ്പോണന്റുകളുടെ കൃത്യമായ വിന്യാസവും ഉറപ്പു നൽകുന്നു. ഓരോ ഘട്ടവും ശ്രദ്ധാപൂർവം നടപ്പിലാക്കുന്നത് വാഹനത്തിനുള്ളിലെ ക്ലച്ച് സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനക്ഷമതയ്ക്കും കുറേ കാലം നിലനിൽക്കാനും കാരണമാകുന്നു. നമ്മൾ എക്സസൈസിന്റെ അവസാനത്തിൽ എത്തി. ഈ മോഡ്യൂളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു റീക്യാപ്പ് ചെയ്യാം. നമ്മൾ പഠിച്ചത് പ്രഷർ പ്ലേറ്റ് അസംബിൾ ചെയ്യാൻ, പ്രഷർ പ്ലേറ്റ് ഫിംഗറുകളുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ, ഫ്ലൈ വീലിന്റെ റൺഔട്ട് പരിശോധിക്കാൻ, ഫ്ലൈ വീൽ ഉപയോഗിച്ച് ക്ലച്ച് അസംബ്ലി അലൈൻ ചെയ്യാൻ, പ്രഷർ പ്ലേറ്റ് അസംബിൾ ചെയ്യാൻ, പ്രഷർ പ്ലേറ്റ് അസംബ്ലിംഗ് നടത്താനും ഫിംഗറുകളെ അഡ്ജസ്റ്റ് ചെയ്യാനും, ഫ്ലൈ വീൽ റൺഔട്ട് പരിശോധിക്കാനും, ഫ്ലൈ വീൽ ഉപയോഗിച്ച് ക്ലച്ച് അസംബ്ലി അഡ്ജസ്റ്റ് ചെയ്യാനും നമ്മൾ പഠിച്ചു. നിങ്ങളുടെ ഇൻസ്ട്രക്ടറുടെ സഹായത്തോടെ ഈ എക്സസൈസ് ചെയ്യുക. നന്ദി.